ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ, വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിലാണല്ലോ ഇത്, ഞങ്ങൾ ലൈസൻസിന് വെയിറ്റ് ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ. അപ്പോൾ ഞങ്ങൾ കരുതി ആശ ചേച്ചിയൊക്കെ നിൽക്കുന്നിടത്തോട്ട് പോവാം. ഇന്ന് അവിടെ തകർക്കാം എന്ന് അറിയും വൈകുന്നേരം. പബ്ലിക് പോകാനൊക്കെ പ്ലാൻ ഉണ്ട്, പോകാൻ പറ്റുമോ അറിയത്തില്ല, കാരണം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താണ് പോകുന്നത്. സോ നാളെ വെസ്റ്റേൺ സ്പ്രിംഗ്സ് റിസർവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് ഓക്ലൻഡിൽ, അവിടെ പോകാമെന്ന് കരുതി. അവിടെ നിന്ന് നേരെ സോ ഇപ്പം ഞങ്ങൾ AT ഹോപ്പ്, ഇതാണ് ബസ് കാർഡ്. അപ്പോൾ ബസ്സും കയറണം, ട്രെയിനും കയറണം. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ട്രെയിൻ സ്റ്റേഷനിൽ ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് ട്രെയിൻ യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ അപ്പം ഇപ്പോൾ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ AT ഹോപ്പിൽ എങ്ങനെയാണ് ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ നമ്മൾ ലൗഗനൂർ പ്ലേസിലാണ് ഉള്ളതല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മാസി ബേർഡ്വുഡ് സെറ്റിലേഴ്സിൻ്റെ അവിടെയുള്ള ബസ് സ്പോട്ടിലേക്കാണ് പോകേണ്ടത്. ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാണ്, തെറ്റിപ്പോകുന്ന അറിയത്തില്ല കേട്ടോ. ലെറ്റ്സ് ട്രൈ. ഗൈസ്, അങ്ങനെ 2 കിലോമീറ്റർ നടന്നിട്ട് നമ്മൾ മാസി വെസ്റ്റ് ഷോപ്സ് 555 എന്ന് പറയുന്ന ബസ് പാർക്കിലെത്തി. അപ്പം ഇനിയിപ്പോൾ ഇവിടെയാണ് നമുക്ക് ഹെൻഡർസണിലേക്കുള്ള ബസ് വരുന്നത്. അപ്പോൾ നമുക്കിനി ക്യാച്ച് ബസ് 120 അറ്റ് മാസി വെസ്റ്റ് ഷോപ്പ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് 120 ബസ് എടുത്തിട്ട് നമ്മൾ ഹെൻഡർസണിലേക്ക് ഇറങ്ങണം. ഗെറ്റ് ഓഫ് അറ്റ് ഹെൻഡർസൺ സ്റ്റേഷൻ അല്ലേ? അത് ട്രെയിൻ സ്റ്റേഷനാണോ? ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് നമ്മളിനി പോണത്. കിളി റോസ്റ്റ് എന്നാണ് ഗൈസ് ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് ട്രൈ ചെയ്തത്. സോ ഇതിനടുത്ത് ഡോക്ടേഴ്സ്, മാസി മെഡിക്കൽ, പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു റോഡിൽ തന്നെയാട്ടോ ഉള്ളത്. This is a major transfer location for Western Line trains and Great North and Lincoln Road buses. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ബിയിൽ വന്ന് ഇറങ്ങി ഹെൻഡർസൺ. ഇനി എവിടുന്ന ട്രെയിനിൽ തപ്പി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എനിക്കതിന് മുമ്പ് ഇത് റീചാർജ് ചെയ്യാനുണ്ട്. നമ്മുടെ ട്രെയിൻ പോയി ഗൈസ്, ഇനി അടുത്ത ട്രെയിൻ പിടിക്കേണ്ടതായിട്ടുണ്ട്. We need to cross on to the other side. അപ്പം നമുക്ക് ഇതിലൂടെ പോയിട്ട് വേണം അങ്ങോട്ട് ട്രെയിൻ ക്യാച്ച് ചെയ്യാനായിട്ട്. അതിന് മുമ്പ് എനിക്ക് AT ഹോപ്പ് റീചാർജ് ടോപ്പപ്പ് ചെയ്യാനുണ്ട്. സോ അങ്ങോട്ട് പോകാനുണ്ടോ. അപ്പം താങ്ക് ഗോഡ് ഇവിടെ ഒരു റീചാർജ് ചെയ്യുന്ന മെഷീൻ കണ്ടു. അപ്പം റീചാർജ് അല്ല, സോറി, ടോപ്പപ്പ് ചെയ്യാണ്. മണി ടോപ്പപ്പ് ക്യാഷ് ഗോ ബാക്ക് അടിച്ചേടാ. ടോട്ടൽ എത്ര ഉണ്ട് ഇതിൽ? ഇല്ല, ഗോ ബാക്ക് അടിച്ച ക്യാഷ് അടിച്ച് ക്യാഷ് ഇവിടെ പോയിടണം. അവിടെ പൈസ കൊടുക്കണം. ഇവിടെ പൈസ വെക്കേ. അവിടെ അല്ലേ പൈസ, ഇവിടെ നോട്ട് നിർത്തി. നിക്ക്, കൺഫേം ചെയ്തിട്ട് മതി കേട്ടോ. പൈസ പോവും, കൺഫേം ചെയ്തിട്ട് മതി. നമുക്ക് അല്ലെങ്കിൽ ആരോടെ കൊണ്ടും ചെയ്യിപ്പിക്കാം. അവർക്ക് വേണ്ടാന്ന് പൈസ. നമ്മൾ അടിച്ചത് ക്യാൻസൽ അഞ്ഞ് കാർഡ് വെക്ക്. കാർഡ് വെച്ചല്ലോ. എത്ര ഇനി എമൗണ്ട് വെക്ക്. ഇനി 20 തന്നെ വേണം. 20യുടെ എടുക്കണോ? ഇവരോട് പറയാ.
Or No, there's some problem. Change it. Maybe not change. To change the bill because it's not straight, I think. That's why. Yeah, I have to go to the reception to swap the bill. Okay. okay, then you take your card. So cancel it. Okay. So no money. Yeah, thank you so much. Thank you. നടന്നില്ല ഗൈസ്. നോട്ട് മാറ്റിട്ട് വരാം. നല്ല പിടയ്ക്കണ നോട്ടുണ്ടെങ്കിലേ അവിടെ പോകത്തുള്ളൂ. ദേ ഇവിടെ ചെയ്യാടാ. അങ്ങനെ I need to top up this. 20. If I have 20, then it's fine. Yeah. 20 with 20. okay, I have 20. Yes. ഗൈസ് ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് കിട്ടില്ല മെഷീനിൽ. സോ 20 ആണ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ 20 തന്നെ കൊടുക്കണം. ഞാൻ വളരെ ഓണസ്റ്റ് ആണ്. കോയിൻ കിട്ടും, ക്യാഷ് കിട്ടത്തില്ല. 20. Yep, done. Oh my gosh, thank you. Please don't do my account. Alright. Print receipt better. എപ്പോഴാ ട്രെയിന്? 3:08. 3:08. ഇപ്പം 2:59 അല്ലേ? പ്ലാറ്റ്ഫോം 1. ഗൈസ് ആ പ്ലാറ്റ്ഫോമിലാട്ടോ നമുക്ക് പോകേണ്ടത്. ഇറങ്ങി പോവാ. സണ്ണി വെയിനാണോ? എപ്പോഴാ 3:08. ഇപ്പം 3:02. ഈ 3:21 ഒരെണ്ണം, 3:42, 3:52. നമ്മള് ഹെൻഡർസൺ ന്യൂലിൻ റീച്ച് ആവുന്നത് 3:23 വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഇതും ഹോപ്പ് കോഡ് വെച്ചിരുന്നു ഗൈസ്. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രെയിൻ ജേണി ഇവിടുത്തെ. ഹോപ്പ് കാർഡ്, ഈ ഒരു 80 ഹോപ്പ് കാർഡ് മതി എന്നാണ് പറയുന്നത്. ലൈക്ക് ഇൻഡിവിജ്വൽ, വി നീഡ് ടു ഹാവ് ഇൻഡിവിജ്വൽ കാർഡ്സ്. അപ്പോൾ നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന്. ഫ്രണ്ട്സ്, ഈ ട്രെയിൻ മറ്റേ പ്ലാറ്റ്ഫോം 1 ആണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രെയിൻ എത്താനായിട്ടില്ല. 3:12 ആവും. ഓ, ഇത് ഔട്ട് ഓഫ് സർവീസ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഈസിയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണുള്ളത് കേട്ടോ. മീൻസ് അതുപോലെ നമ്മുടെ നാട്ടിൽ ട്രെയിൻ സ്റ്റേഷൻ്റെയൊക്കെ അവിടെ റെയിൽവേ ട്രാക്കിലൊക്കെ ഇവിടെ ഉണ്ട് കുറച്ചെന്തൊക്കെയോ പ്ലാസ്റ്റിക്സും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇറ്റ്സ് ക്ലീൻ. നാട്ടിലാണെങ്കിൽ നമുക്ക് മണത്തിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. കയറാൻ പോവാണേ. ബ്രിട്ടോമാട്ടല്ലേ? ചേച്ചി ഗൈസ്, അപ്പം ഇവിടെ ആക്ച്വലി സെപ്പറേറ്റ് നമ്മൾ ടാപ്പ് ചെയ്യാനില്ല എന്നാണ് തോന്നുന്നത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ടാണല്ലോ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ ഇറങ്ങി പോകുന്നത്.
സിനിമയിലൊക്കെയുള്ള പൂ പോലെ ഉണ്ട് ഗൈസ്, ഈ യെല്ലോ കളറത്തെ കണ്ടിട്ട്. ബട്ട് ഫുൾ ഗ്രീനറി ആണ് കേട്ടോ. ഇവർ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സണ്ണി വെയിൽ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ ഗ്ലെന്നീഡനാണ്. നമുക്ക് ന്യൂലിനാണ് ഇറങ്ങേണ്ടത് അല്ലേ? ആക്ച്വലി നമ്മൾ ഊബർ പിടിച്ച് ഇവിടുന്ന് പോകുന്നതിനേക്കാളും നമുക്ക് പ്രോഫിറ്റബിൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. എസ്പെഷ്യലി ഇപ്പോൾ ട്രെയിൻ ജേർണി ഒക്കെ ആണെങ്കിൽ നമുക്ക് കൺവീനിയൻറ്റുമാണ് ട്രാവൽ ചെയ്യാൻ. ഇപ്പം ഒറ്റയ്ക്കാകുമ്പോൾ മേ ബി മടി ഉണ്ടാവും എല്ലാവർക്കും. ബട്ട് സ്റ്റിൽ ഇഫ് വി ആർ വിത്ത് അവർ ഫ്രണ്ട്സ് ഇറ്റ്സ് വെരി ഗുഡ്. നെക്സ്റ്റ് സ്റ്റേഷൻ ഫ്രൂട്ട് വെയിൽ റോഡാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ TTR. ഇവിടെ ആക്ച്വലി ഇവരൊക്കെ ഈസിയാണ് കേട്ടോ. ജോബ് ഈസി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ യൂഷ്വൽ ട്രെയിൻ ജേർണി പോലെയല്ല. അപ്പോൾ ഫ്രൂട്ട് വെയിൽ റോഡ് എത്തി കേട്ടോ. അപ്പം നെക്സ്റ്റ് ന്യൂലിനാണോ? ഓ ടുഡേ 21 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതാണ് നമുക്ക് അത്ര കോൾഡ് ഫീൽ ചെയ്യാത്തത് ഗൈസ്. നെക്സ്റ്റ് സ്റ്റേഷൻ അപ്പോൾ ന്യൂലിനാണ് ഗൈസ്. വി നീഡ് ടു ഗെറ്റ് ഓഫ് ദ ചെറി ബ്ലോസം എവ്രിവെയർ. അത് പിങ്ക്, ഇത് വൈറ്റ്. അതെ, നമ്മൾ വീടെടുക്കുമ്പോൾ ചെറിയ ബ്ലോസം നട്ടു പിടിപ്പിക്കും അല്ലേ? വേറെ ഏതെങ്കിലും കളർ വേണോ? അല്ല, മഗ്നോളിയ. അത് സൂപ്പർ. നമ്മളങ്ങനെ ന്യൂലിന് എത്തിയിരിക്കുകയാണ് ഗൈസ് ഫ്രണ്ട്സ്. അപ്പം ഇനി നമുക്ക് ബസ് സ്റ്റേഷനിലോട്ട് പോകണം അല്ലേ? അപ്പം ബസ് സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ ഇതാണ് വേ ഔട്ട്. അപ്പം നമ്മൾ എസ്കലേറ്റർ വഴി നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് പോകണം കേട്ടോ. ഇനിയിപ്പം സ്റ്റോപ്പ് ബിയിലല്ലേ? സ്റ്റോപ്പ് ബി. എപ്പോഴാണ് ബസ് നോക്കിയേ? 6 മിനിറ്റ് കഴിയുമ്പോൾ. ഗൈസ് വിശന്നിട്ട് ഒരു രക്ഷയില്ല. എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഗോ ഫോർ ദിസ്. ഇത് കഴിച്ചാലോ? സാൻഡ്വിച്ച് ഏതാ വേണ്ടേ? എല്ലാം $450. നാടൻ വെജ് റോസ്റ്റ് ചിക്കൻ മായോ അല്ലേ? നമുക്ക് ഗോമൻ ചിക്കൻ ആക്കാം അല്ലേ? ഒരു മൗണ്ടൻ ഡ്യൂ, ഒരു 7up അല്ലേ? ഓക്കെ ബാ. കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു ഗൈസ്. നല്ല വിശപ്പ്. ബസ് എപ്പോഴും ഉണ്ട്, ലൈക്ക് ഒരു 2 minutes ഇൻ്റർവെല്ലുണ്ട്. അപ്പം 5 minutes ഇൻ്റർവെല്ല്. കറൻ്റ്ലി നമ്മൾ ബസ് സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ കഴിക്കാല്ലേ? നമ്മളിപ്പം ബസ് കയറി അല്ലേ? 168 1 കയറി. ആൻഡ് നമ്മൾ വിൽ ഗെറ്റ് ഓഫ് അറ്റ് റിച്ചാർഡ്സൺ റോഡ്, ഹിൽസ്ബ്രോ റോഡ്. അത് നമുക്ക് 9 minutes വോക്കേ ഉള്ളൂ അല്ലേ ഡെസ്റ്റിനേഷനിലേക്ക്? ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, 25 സ്റ്റോപ്സ് ഉണ്ടല്ലേ? ഓക്കെ, 25 സ്റ്റോപ്സ്. ഇനി 15 സ്റ്റോപ്സ് ഉണ്ട് അല്ലേ? 24 PM. ഓക്കെ, 2 സ്റ്റോപ്സ് കൂടെ അല്ലേ ഉള്ളൂ? എല്ലാം അപ് ടു ഡേറ്റ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റിച്ചാർഡ്സൺ റോഡിൽ വന്ന് ഇറങ്ങി. ഇനി ഒരു 9 minutes വോക്ക് ഉണ്ട് ആശേച്ചിയുടെ ഒക്കെ വീട്ടിലേക്ക്. ആശേച്ചിയും സ്റ്റെഫിയും പിന്നെ നമ്മുടെ കൂടെ തന്നെയുള്ളൊരു ഷിജിമോൾ എന്ന് പറഞ്ഞൊരു ചേച്ചിയൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അവരൊന്നിച്ച് സാങ്ങോട്ട് പോകുന്ന വിചാരിച്ചിട്ടാണ്. അപ്പം വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. എന്താ കറങ്ങാത്തത്? ഇത് ഡയറക്ഷൻ കാണിക്കുന്നില്ലല്ലോ. നെറ്റ് ഓണാണോ? നെറ്റ് ഓണാ. നമ്മളിപ്പോൾ ആശേച്ചിനെ വിളിച്ചു കേട്ടോ. ആശേച്ചിനെ വിളിച്ചപ്പം ഈ റോഡ് നേരെ പോകാനാണ് പറയുന്നത്. കാണിച്ചേ ഡക്കേഴ്സ് മൂവ് ആവുന്നുണ്ടല്ലോ. ബാ നടക്കാം. ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ഹിൽസ്ബ്രോ സെമിറ്ററി കണ്ടു. അപ്പം ഇവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു വിചാരിച്ചു. പക്ഷെ നല്ല വ്യൂ ആട്ടോ, സൂപ്പർ വ്യൂ അയച്ചു അങ്ങോട്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു സെമിത്തേരി. സെയിം ലൈക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഞാൻ തോന്നുന്നു. പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളും ഉണ്ടല്ലേ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, നല്ല വ്യൂ ആണേ. ഫ്രണ്ട്സ്, ഇതാണെന്ന് തോന്നുന്നു ലാവൻഡർ ഫ്ലവേഴ്സ്. ഇത് തന്നെയാണ് ലാവൻഡർ. ലാവൻഡറിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല ഇതായിട്ട് നിൽക്കുന്നില്ല. നൈസ് വ്യൂ ആണ്. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് നേരെ നടക്കാനുണ്ട്. നേരെ നടക്കാൻ താഴോട്ട്.
ഫ്രണ്ട്സ്, ഞങ്ങൾ വെറുതെ കുറേ നടന്നു. ആശ്രയിച്ച് അവിടെ ഒന്ന് ഇപ്പം ഇട്ടോ, കാണിച്ചു തരാം. നിങ്ങൾ ഈ സൺഗ്ലാസ് വെച്ചെടുത്തിട്ട് വന്നേ. നോ സൂര്യൻ അറ്റോൾ. എല്ലാ സാധനങ്ങളും ഉള്ള സ്ഥലത്തൊക്കെ വെക്കുക. കാണണമായിരിക്കും. ആദ്യത്തെ മര്യാദ മേക്കപ്പ് ഇല്ലാത്ത സ്റ്റെഫിയാണ് കഴിച്ചത്. ട്രെയിൻ ജേർണി അടിപൊളിയായിരുന്നല്ലേ ചേച്ചി? ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ട്രെയിൻ സൂപ്പറായിരുന്നു. സോ ഗൈസ്, ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ബൈ ഗൈസ്. ആശ ചേച്ചിയുടെ ദാൽ ആൻഡ് സ്പിനാച്ച് ചിക്കൻ എന്ന് പറയുന്നു. കഴിച്ചു നോക്ക്. സ്റ്റെഫിയുടെ ഡയലോഗ് എന്റെ വയറിളക്കി മുത്തശ്ശി ഉണ്ണികളെ കാത്തോടെ